മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളേറുന്നു. പഞ്ചാബ് സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുന്നതിന് ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത്. പല മണ്ഡലങ്ങളിലും മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായയെക്കുറിച്ച് അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് കോൺഗ്രസിന് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയിലാണ് ഇനി സംസ്ഥാന ഘടകത്തിന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയുടെ അനുവാദം ലഭിച്ചാൽ മൻമോഹൻ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകും. അതേസമയം ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ സമ്മതവും നിർണായകമാണ്. പഞ്ചാബിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മൻമോഹൻ സിംഗിന്റെ പേരുണ്ട്. അതുകൊണ്ടുതന്നെ ഹൈക്കമാൻഡിൽ മത്സരിപ്പിക്കാനുള്ള സമ്മർദ്ദവും ശക്തമാണ്. മൻമോഹൻ സിംഗ് മത്സരിക്കുന്നത് പഞ്ചാബിൽ നിന്നാകുമ്പോൾ അത് മൊത്തം സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതകളും വർദ്ധിപ്പിക്കും. അദ്ദേഹത്തിന്റെ സിഖ് പ്രതിച്ഛായയും പാർട്ടിക്ക് ഗുണകരമാണ്. 5 മണ്ഡലങ്ങളിൽ മൻമോഹൻ സിംഗിന് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനോളം സ്വാധീനമുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പവും അദ്ദേഹത്തിന്റെ സൗമ്യനായ രാഷ്ട്രീയക്കാരൻ എന്ന പ്രതിച്ഛായയും തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കണമെന്നും എന്നാൽ രാജ്യസഭയിലേക്ക് മതിയെന്നും പറഞ്ഞ് 2 വാദങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനിടെ അദ്ദേഹത്തിന് 2 സീറ്റുകൾ നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. അമൃത്സറിൽ നിന്നും മൻമോഹൻ സിംഗ് ഇത്തവണ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഗുർദാസ്പൂരും അദ്ദേഹത്തിന് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് ബിഗ് 14. ടൈൽ സോണിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. മാരുതി സെലറിയോ സമ്മാനമായി നേടൂ. ഹോണ്ട ഡിയോ LED ടിവികൾ, സാംസങ് സ്മാർട്ട് ഫോണുകൾ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും. ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ, സമ്മാനങ്ങൾ നേടൂ. ടൈൽ സോൺ, ബിൽഡിംഗ് ബോണ്ട് ബിയോണ്ട് ബിസിനസ്, തനിഷ ആർക്കേഡ്, നുള്ളിപ്പാടി, കാസർഗോഡ്. ടെലിഫോൺ 0499 422 7233.